YMCA ഇരിട്ടി സബ് റീജിയണൽ ഇൻസ്റ്റലേഷൻ സെറിമണിയും വാർഷികാഘോഷവും കുടുംബസംഗമവും ജൂലൈ 19 കുന്നോത്ത് വെച്ച് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. YMCA ഇരിട്ടി സബ് റീജിയൻ 2026-28 ഇൻസ്റ്റലേഷൻ സെറിമണിയും വാർഷികാഘോഷവും കുടുംബസംഗമവും ജൂലൈ 19 കുന്നോത്ത് വെച്ച് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ ഇരിട്ടിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ ഇരിട്ടി സബ് റീജിയൻ ചെയർമാൻ ജോണി തോമസ് വടക്കേക്കര, ചെയർമാൻ സണ്ണി കുറുമുള്ളംതടം, പ്രോഗ്രാം കോർഡിനേറ്റർ ഷാജി കല്ലുങ്കൽ, യൂത്ത് കൺവീനർ അരുൺ ജി സിറിയക് എന്നിവർ പങ്കെടുത്തു. ലോകത്തിൽ 140ഓളം രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഈ YMCA അതിപ്പോൾ ഇരിട്ടി സബ് റീജിയനിൽ വളരെ പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. 3 വർഷങ്ങൾക്ക് മുമ്പാണ് കണ്ണൂർ റീജിയനിൽ നിന്നും ഇരിട്ടി സബ് റീജിയൻ വേർപിരിഞ്ഞ് 10 യൂണിറ്റുകളോടുകൂടി അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങളുടെ ബൈലോ അനുസരിച്ച് അതിൻ്റെ പ്രവർത്തന മികവ് കണക്കാക്കിയാണ് അതിന് ഗുഡ് സ്റ്റാൻഡിംഗ് പദവി കൊടുത്തത്. ഇരിട്ടി സബ് റീജിയനിൽ YMCAയുടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ 5 യൂണിറ്റുകൾക്കായിരുന്നു ഗുഡ് സ്റ്റാൻഡിംഗ് പദവി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 വർഷങ്ങൾക്കുള്ളിൽ അത് 10 YMCAയ്ക്കും ഗുഡ് സ്റ്റാൻഡിംഗ് പദവി ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ചാരിറ്റിയിൽ ഊന്നി നിന്നുകൊണ്ടാണ്. അതുപോലെ തന്നെ യൂത്ത് പ്രൊമോഷൻ, സ്റ്റുഡൻസ് കൗൺസിലിംഗ്, മറ്റ് അവയർനെസ് പ്രോഗ്രാംസ്, അതുപോലെ ഓൾഡ് ഏജ് ഹോമിലൊക്കെയുള്ള സന്ദർശിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുക, ഇത്തരം പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നാഷണൽ കൗൺസിൽ ഓഫ് YMCAയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുക. കേരളത്തിലെ സൗത്ത് വെസ്റ്റ് ഇന്ത്യ റീജിയൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 22ഓളം സബ് റീജിയൻ ഉണ്ട്. അതിലൊന്നാണ് ഇരിട്ടി സബ് റീജിയൻ. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാഷണൽ കൗൺസിൽ വിഭാവനം ചെയ്ത 3 പദ്ധതികൾ ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോയ ഒരു സബ് റീജിയൻ എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. അതിൻ്റെ അവാർഡുകളും ഒക്കെ നാളെ വിതരണം ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് ഒരു കൗൺസിലിംഗ് സെൻറ്റേഴ്സ് തുടങ്ങുക എന്നതായിരുന്നു. അതിൽ ഈ കേരളത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ കൗൺസിലിംഗ് സെൻ്ററാണ് പേരാവൂർ യൂണിറ്റുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു കാര്യം യൂത്ത് പ്രൊമോഷനാണ്. നെടുമ്പറഞ്ഞാളി യൂണിറ്റിൻ്റെ കീഴിൽ യൂത്ത് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അവയർനെസ് പ്രോഗ്രാംസ് നടക്കുന്നു. ലാംഗ്വേജ് പഠനങ്ങൾ, മറ്റ് സ്കിൽസ് കോഴ്സുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നാഷണൽ കൗൺസിൽ ഓഫ് YMCAയുടെ സഹകരണത്തോടു കൂടി ഞങ്ങൾ ഈ നാൾ വരെ കഴിഞ്ഞ 1 വർഷം കൊണ്ട് 2500 പേർക്ക് ഡയാലിസിസ് പ്രൊജക്റ്റ് നടത്തി കഴിഞ്ഞിരിക്കുന്നു. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 2700 എത്തിയിരിക്കുകയാണ്. ഏകദേശം ഒരു 30 ലക്ഷം രൂപയുടെ പ്രവർത്തനങ്ങളാണ് ഇതിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 15 ലക്ഷം രൂപ നാഷണൽ കൗൺസിലും ബാക്കി 15 ലക്ഷം രൂപ ഞങ്ങളുടെ ഈ 10 യൂണിറ്റിൽ നിന്നും ഞങ്ങളുടെ മെമ്പർമാരും മറ്റ് സഹകാരികളും കൂടിയാണ് ഇത് നടത്തിയിട്ടുള്ളത്. ഇത് വലിയൊരു അഭിമാനകരമായ നേട്ടമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള എല്ലാ ഓൾഡ് ഏജ് ഹോമുകളിലും ഞങ്ങൾ നിരന്തരം സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ സമയബന്ധിതമായി പൂർണ്ണമായിട്ടും എന്നല്ല, ഞങ്ങളുടെ ഓരോ യൂണിറ്റുകളും ഉള്ള സ്ഥലത്ത് അത് അസൈൻ ചെയ്തതനുസരിച്ചാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ യൂത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അവയർനെസ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അത് കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതുപോലെ തന്നെ സ്റ്റുഡൻസ് കൗൺസിലിംഗ് പ്രോഗ്രാമുകൾ, സ്കൂളിൽ PTA അവയർനെസ് പ്രോഗ്രാമുകൾ, ഇതൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് ഇത് നടത്തുക. തലശ്ശേരി ഡയസിസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നാഷണൽ കൗൺസിൽ വിഭാവനം ചെയ്യുന്ന പദ്ധതികളെല്ലാം അതുമായി പൊരുത്തപ്പെട്ട് വളരെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നതിലുള്ള ചരിതാർത്ഥം അറിയിക്കുകയാണ്. നാളെ ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് അവർ മന്ത്രി ഞങ്ങളുടെ പുതിയ ഭരണസമിതി അസൈൻ ചെയ്യുകയാണ്. അദ്ദേഹമാണ് അതിൻ്റെ ഇൻസ്റ്റലേഷൻ പ്രോഗ്രാം നടത്തുക. പുതിയ ചെയർമാനായിട്ട് ഞങ്ങളുടെ സണ്ണി എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ KC ജോസഫാണ് സ്ഥാനമേൽക്കുക. കഴിഞ്ഞ 2 വർഷമായിട്ട് പേരാവൂർ യൂണിറ്റിൻ്റെ പ്രതി എന്ന നിലയിൽ ഞാനായിരുന്നു അതിൻ്റെ സബ് റീജിയൻ ചെയർമാനായി പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച തീർച്ചയായിട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു.